കേരളത്തിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നടക്കുന്ന ഒരു വലിയ കോൺട്രവേഴ്സിയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ആർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ടീമിൽ ഡോക്ടേഴ്സ് ഉണ്ടാവും, ടെക്നീഷ്യൻസ് ഉണ്ടാവും, നഴ്സസ് ഉണ്ടാവും, ബാക്കി സ്റ്റാഫ്സ് ഉണ്ടാവും. എന്നാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇസ് ദ ഡോക്ടർ ഹു ലീഡ്സ് ദ സർജറി. അപ്പോൾ ഏതൊക്കെ ഡോക്ടേഴ്സിന് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ലീഡ് ചെയ്യാൻ പറ്റും? ഒന്ന്, പ്ലാസ്റ്റിക് സർജൻസിന് പറ്റും. സെക്കൻഡ്, ഡെർമറ്റോളജിസ്റ്റിന് പറ്റും. ആൻഡ് തേർഡ്, റീസെന്റ് തെലങ്കാന ഡെന്റൽ കൗൺസിലിന്റെ സർക്കിൾ ഉണ്ടായിരുന്നു ദാറ്റ് മാക്സിലോഫേഷ്യൽ സർജൻസ്, അതായത് MDS കഴിഞ്ഞ മാക്സിലോഫേഷ്യൽ സർജൻസ് ക്യാൻ ഓൾസോ പെർഫോം ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി. സോ ഇവർക്ക് ലീഗലി ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്യാൻ പറ്റുന്ന. എന്നാൽ ചില സെന്റേഴ്സിൽ ഡോക്ടേഴ്സ് ഇല്ലാണ്ട് ടെക്നീഷ്യൻസ് വരെ ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഇറ്റ്സ് നോട്ട് ലീഗൽ. ഇറ്റ് ഹാസ് ടു ബി ഓൾവേസ് മോണിറ്റർഡ് ബൈ എ ഡോക്ടർ. ഈ ഡോക്ടറിന്റെ മെയിൻ റോൾ എന്താണ് അതിൽ? ഒന്ന്, നമുക്ക് ലോക്കൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ അതിന് ഡോസ് കൂടിപ്പോകുന്നുണ്ടെങ്കിൽ തന്നെ അതെന്തെങ്കിലും അപകടം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സെക്കൻഡ്, ആ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുക. ആ പേഷ്യന്റ് കണ്ടിന്യൂസ് BP നോക്കുന്നു, SpO2 സാച്ചുറേഷൻ, ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുന്നു. അതെല്ലാം നോക്കി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് എടുത്ത് കറക്റ്റ് ചെയ്യുന്നത് ആ ഡോക്ടർക്കേ പറ്റുള്ളൂ. ആൻഡ് തേർഡ്, ആ ഫെസിലിറ്റിയുടെ സ്റ്റെറിലിറ്റിയും ചെയ്യുന്ന പ്രക്രിയ കറക്റ്റായിട്ട് പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണോ എന്ന് കൺഫേം ചെയ്യുന്നതും ആ ഡോക്ടറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്.